സമസ്തയുടെ സമ്മേളന വേദിയിലേക്ക് ഇന്നൊരാൾ തലയിൽ മുണ്ടിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അനേകം ആളുകൾ തലയിൽ മുണ്ടിട്ട് വരും. അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി തലമറക്കുക എന്നത് സമസ്ത പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നാളിതുവരെ തലയിൽ മുണ്ടിടാത്ത ഒരാൾ തലയിൽ മുണ്ടിട്ട് സമസ്തയുടെ സമ്മേളന വേദിയിലേക്ക് ഇന്ന് വരും. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ സമാപന വേദിയിലാണ്. അപ്പോൾ ചില കാര്യങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം സമസ്തയിൽ തന്നെ വലിയ തരത്തിൽ ഒരു ചർച്ചയായത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ പ്രമേയം അടക്കം വന്ന് പാസ്സാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇസ്ലാമിന്റെ സമാധാനപരമായ പ്രബോധന ശൈലികളെയും മഹത്തായ മുൻഗാമികൾ കാണിച്ചെന്ന പാതകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പാൻ ഇസ്ലാമിസ്റ്റ് തീവ്ര ചിന്താതികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് സമസ്ത 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. തീവ്ര ചിന്താതികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് സമസ്ത 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ പ്രമേയം അവർ പാസ്സാക്കുകയും ചെയ്തു. സമസ്തയുടെ സമ്മേളന വേദി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിവാദങ്ങൾ കൊണ്ടും മറ്റു വിഷയങ്ങൾ കൊണ്ടൊക്കെ മാധ്യമങ്ങൾ വലിയ പരിഗണന, വലിയ മാധ്യമ അറ്റൻഷൻ കിട്ടിയ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു സമ്മേളനമാണ് സമസ്തയുടെ സമ്മേളനം. ഈ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്ത് ഇന്ന് എടുക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും വി.ഡി. സതീശൻ്റെയും ആയിരിക്കും. അവർ രണ്ടുപേരും ഇന്ന് വേദിയിൽ ഒരുമിച്ച് വരികയാണ്. അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് പങ്കെടുക്കുന്നത് പോലും മാധ്യമങ്ങൾ വാർത്തയാക്കി കഴിഞ്ഞു. ഒരുപക്ഷെ തലയിൽ മുണ്ടിടാതെയും വന്നേക്കാം. കാരണം പറഞ്ഞ കാര്യങ്ങൾ മാറ്റിപ്പറയുന്ന കാര്യത്തിൽ മറ്റെല്ലാവരെക്കാളും ഒരു പ്രത്യേകമായ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം. അത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മത രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. സമസ്തയാണെങ്കിൽ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സമ്മേളന വേദിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന മതരാഷ്ട്രവാദം അപകടകരമാണ് എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മറ്റൊരാളും സമ്മേളനത്തിലേക്ക് വരുന്നുണ്ട്. അത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പല സന്ദർഭങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ശക്തമായ നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്നും അത് BJP RSS പോലെ രാജ്യത്തിന് ഭീഷണിയാകുന്ന ഒരു സംഘടനയാണെന്നും അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ ശ്രമിക്കുന്നത് ലജ്ജാകരമാണെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയെടുപ്പോടുകൂടി നല്ല തെളിമയാർന്ന മുഖവുമായി സമസ്തയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരും. ഒപ്പം തന്നെ അല്പം ജാള്യതയോടുകൂടി അവിടെ മറ്റൊരാളും ഉണ്ടാകും. അത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയാണ്. വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച മുൻകാല അനുഭവങ്ങളുള്ള മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന UDF സംബന്ധിച്ച്, പ്രത്യേകിച്ച് വി.ഡി. സതീശനെയും കുഞ്ഞാലിക്കുട്ടിയെയും സംബന്ധിച്ച് ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടായാലും അധികാരത്തിലേറുക എന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ പിണറായി വിജയനും വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഒരേ വേദിയിൽ, അതും സമസ്തയുടെ വേദിയിൽ വരുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയും ആകാംക്ഷയുമുള്ള ഒരു കാര്യമാണ്. അത് ഇന്ന് നടക്കാനിരിക്കുകയാണ്. എന്താണ് ഇവർക്കൊക്കെ സമസ്തയുടെ സമ്മേളന വേദിയിൽ വെച്ച് പറയാനുണ്ടാവുക? പിണറായി വിജയന് നേരത്തെ എടുത്ത നിലപാടുകൾ ഒട്ടും മാറ്റി പറയേണ്ടി വരില്ല. ഒന്നുകിൽ വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി നിലപാട് സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ശക്തമായ, യാതൊരു തരത്തിലും സംശയം ലവലേശം ബാക്കിയാകാത്ത വിധം ശക്തമായ നിലപാടാണ് സമസ്ത സ്വീകരിച്ചിരിക്കുന്നത്.